This video is available on 4K quality. ഹലോ ഗായ്സ്, അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ഓണം. നല്ല പൂക്കളിൽ വിരിഞ്ഞ ഡ്രസ്സായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബെസ്റ്റ് കസിൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ ഹൃദയപൂർവ്വം മനസ്സുപൂർവ്വം പോയി കണ്ടു ഇറങ്ങി. ഓക്കെ, സോ ഹൃദയപൂർവ്വത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നൈസ് പടമായിട്ടാണ് തോന്നിയത്. നല്ലൊരു അടിപൊളി ഫീൽ ഗുഡ് എൻ്റർടൈനറായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് സംഗീത് പ്രതാപും മോഹൻലാലും കോമ്പിനേഷൻ കൊള്ളായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ ഈ പടത്തിൽ നമ്മൾ കുറച്ച് ലാഗ് അടിക്കുമ്പോൾ പുള്ളി സംഗീത് പ്രതാപ് നൈസായിട്ട് വന്ന് സ്കോർ ചെയ്തിട്ട് പോകും. അത്രയും ഇടയിലാണ്. പിന്നെ സിദ്ദിഖുണ്ട്, പിന്നെ കുറേ നല്ല ആക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ പടം മൊത്തത്തിൽ ഇടയിലായിരുന്നു. നല്ലൊരു ഫീൽ ഗുഡായിട്ട് നമുക്കിങ്ങനെ ഇരുന്നിങ്ങനെ ഇത് കൊള്ളാലോ എന്നും പറഞ്ഞ് കാണാൻ പറ്റുന്ന ഒരു പടമായിട്ടാണ് ഹൃദയപൂർവ്വം എനിക്ക് തോന്നിയത്. നല്ല സിമ്പിളായിട്ടുള്ള പടം. ലാഗ് അടുപ്പിക്കൽ കുറച്ചുണ്ടെങ്കിലും നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടമാണ് ഹൃദയപൂർവ്വം. പിന്നെ ഇതിൻ്റെ സ്കോർ ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. മറ്റേ മിന്നൽ വാള അത് പാടിയവനില്ലേ, ആ പുള്ളി തന്നെയാണ് ഇതിനകത്തൊരു പാട്ട് പാടിയത്. വെൺമതി എന്ന് പറഞ്ഞ ഒരു പാട്ട് പാടിയത്. അപ്പോൾ അതൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ഒരു പഴയ ഒരു സത്യൻ അന്തിക്കാട് പടം. പിന്നെ മഠത്തിലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാമിലിക്ക് പറ്റിയൊരു പടമാണ്. ഓണത്തിന് ഒരു പടം കാണണം, എൻജോയ് ചെയ്യണം, സമയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 2.5 മണിക്കൂർ നമുക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ് ഹൃദയപൂർവ്വം. പിന്നെ ഫസ്റ്റ് ഹാഫിലൊക്കെ കുറേ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്, സെക്കൻഡ് ഹാഫിലുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫാണ് കുറച്ചും കൂടി കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്. സെക്കൻഡ് കുറച്ച് ഇമോഷണൽ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് 2-3 ക്യാമിയോസൊക്കെ ഉണ്ട്. 2 ക്യാമിയോസൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇങ്ങനെ വന്നു പോയിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. കുറേ യൂട്യൂബേഴ്സൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ വന്നിട്ട് അഭിനയിച്ചിട്ടുമുണ്ട് ഈ സിനിമയിൽ. എല്ലാവരും അവരുടെ റോൾ ചെയ്തിട്ടുണ്ട്. കോമഡി ആയിക്കോട്ടെ, നമ്മുടെ അമൽ ഡേവിസ്, സംഗീത് പ്രതാപ്, പുള്ളിയുടെ കോമഡിയൊക്കെ സെറ്റായിരുന്നു. മൊത്തത്തിൽ പടം ഓണത്തിന് കാണാൻ നമുക്ക് ഓണത്തിന് നല്ല ഓളമായിട്ട് കാണാൻ പറ്റിയ ഒരു കിടിലൻ പടമായിട്ടാണ് ഹൃദയപൂർവ്വം എനിക്ക് തോന്നിയത്. അപ്പോൾ ഒരു ഫാമിലി പടം, നിങ്ങൾക്ക് ഫാമിലി കോമഡി സംഭവം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് പോയി കാണുക. ഓക്കെ, എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതെൻ്റെ അഭിപ്രായമാണ്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പോയി കാണാം. ഓക്കെ, എനിക്ക് എന്തായാലും പടം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് എനിക്ക് നമ്മുടെ ഹൃദയപൂർവ്വത്തിൻ്റെ റിവ്യൂ. ഇത് തികച്ചും എൻ്റെ അഭിപ്രായമാണ്. നല്ല ഹൃദയപൂർവ്വം, നല്ല മനസ്സുപൂർവ്വം പോയി കണ്ടു തിരിച്ചു വന്നു. അപ്പോൾ എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ അത്രയൊന്നും തൃപ്തിയായില്ല, എന്നാലും ഇറ്റ് വാസ് ഗുഡ്. അപ്പോൾ കൊള്ളാം. ശരി, എന്നാൽ ബൈ. എല്ലാവർക്കും ഹാപ്പി ഓണം ഒന്നും കൂടി. ഓക്കെ, അഡ്വാൻസ് ഹാപ്പി ഓണം. ബൈ.